ഹലോ ഗൈസ്, അപ്പോൾ ലുലുവിനും മുത്തിന് LSS USS ഒക്കെ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അത് പ്രമാണിച്ച് ഒരു സ്കൂളിൽ ചെറിയൊരു സമ്മാനദാന ചടങ്ങ്, ചെറിയ തോതിലല്ല വലിയ തോതിലൊരു സമ്മാനദാന ചടങ്ങ് ഉണ്ടായിന്. കാരണം അരീക്കോട് സബ് ജില്ലയിൽ 1ാം സ്ഥാനവും കേരളത്തിൽ 2ാം സ്ഥാനവും കിട്ടിയ സ്കൂളാണ് മൂർക്കനാട്. അപ്പോൾ ഓൽക്ക് എന്തോ വലിയ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് വാങ്ങാൻ പോയിന്. അപ്പോൾ ലുലു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം പോയി ഓളെ കോളേജിൽ നിന്ന് കൂട്ടി ഓക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പോയി. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി പിന്നെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ബിസി. കാരണം അവിടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ കണ്ട് ഓലയുടെയൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയണം. പിന്നെ നമുക്ക് അതുപോലെ ഇങ്ങനെ ഒരു മാല, ഒരു എന്താ പറയുക, ഒരു ബാഡ്ജ് വെച്ച സംഭവം അതൊക്കെ ഇട്ടാണ്ടായിരുന്നു കുട്ടികൾ പോയിരുന്നത്. 67 USSും എത്രയോ LSSും കിട്ടിയിട്ടുണ്ട് ഓരോ സ്കൂളിന് മാത്രമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓൾക്ക് കേരളത്തിൽ 2ാം സ്ഥാനം കിട്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആവണം. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഒരു വലിയ റാലിയൊക്കെ നടത്തിയിട്ട് കുട്ടികൾ വരും. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മയത്തിറങ്ങി നടക്കണം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തിട്ട് അവിടെ സീറ്റ് പിടിച്ചാൻ വേണ്ടി പോയി. ഈ കുട്ടികളൊക്കെ പാടെ ഇറങ്ങിത്തീരണ്ടേ, മനുഷ്യർ ഫോൺ പിടിച്ച് കൈവേന എടുക്കലോ ഇങ്ങനെ എത്രക്കാണ് കുട്ടികൾ ഗൈസ്. ഈ കുട്ടികളൊക്കെ പാടെ പഠിച്ച് എക്സാമൊക്കെ എഴുതി ഓലൊക്കെ ഒരു ഹാപ്പിനെസ് നോക്കണം ഗൈസ്. കാരണം ഓല സ്കൂളിന് ഓല് വാങ്ങിക്കൊടുത്തൊരു സംഭവം അങ്ങനെയൊക്കെയാണ്. ഹലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ടീച്ചേഴ്സാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ വരിക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഒക്കെ അവിടെ കൊയിഞ്ഞടി പോകണ മരത്തിൽ തോന്നലൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ അടങ്ങുന്നൊന്ന് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഒക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോകണ മാതിരി. കാരണം അതിൻ്റെ ആ ഒരു ഇതിൻ്റെ രീതി എങ്ങനെയാണ് ആ മാലൻ്റെ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമുണ്ട്. കുറേ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരിക, വരിക്ക് ഇങ്ങനെ പോവുക, വരിക്ക് നിന്ന് ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിന്. പിന്നെ രാത്രിയാണ് പരിപാടി തീരുന്നത്. നിങ്ങൾക്കറിയാം ഗൈസ്, രാത്രി നമ്മൾ എപ്പോൾ പോയിന്, നമ്മൾ സ്കൂളിട്ട് നേരെ പോയത് ഇങ്ങോട്ടേനും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓല് റാലിയൊക്കെ കഴിഞ്ഞ് വരട്ടെ, വരെ ടൈമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളോട് ഫുഡ് തിന്നാൻ പറഞ്ഞു. രക്ഷിതാക്കൾക്ക് ഫുഡുണ്ട്, രക്ഷിതാക്കൾ ഫുഡ് കഴിച്ചോളൂ. കുട്ടികൾ ഫുഡ് ഇത് വന്ന് റാലി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചോളും പറഞ്ഞു. അപ്പം നമ്മൾ ചോറിനാൻ വേണ്ടി പോയി. ചോറിനാൻ പോയപ്പോൾ അവിടെ പലതരം ചോറുകളുണ്ട്. ബിരിയാണി ഉണ്ട്, മന്തി, വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ എന്തൊക്കെയാണ് വെറും ചോറ് വേണ്ടവർക്ക് അത്, അങ്ങനെ പല വെറൈറ്റി ഫുഡുകൾ ഒക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മൂത്രയിക്കാൻ മുട്ടി. അപ്പോൾ നമ്മൾ പോയി മൂത്രയിച്ച് വന്ന് പഠിച്ചോനെ ഇവിടെ നിന്ന് വികരുതേന്ന് പ്രാർത്ഥിച്ചാണ് പോണത്. കാരണം ഞാൻ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെന്ന് അവിടെ പോയി മറിഞ്ഞിട്ട് വീണ് കഴിച്ച് ഇതുപോലെ ഒരു മയത്തോടെ മറിഞ്ഞടിച്ച് ഞാൻ വീണ്. എനിക്ക് നല്ല ഓർമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചോനെ കൊയിച്ചടിച്ചല്ലേ എന്ന് പറഞ്ഞാണ്ടാണ് പോയത്. അപ്പോൾ പോയി വന്നപ്പോൾ തന്നെ സ്റ്റേജ് മേലെ ബൊക്കല്ല ആ മറ്റേ ഫ്ലവറൊക്കെ വെക്കില്ലേ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനത്തെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഞാൻ പോയി വന്നപ്പോൾ തന്നെ കഴിഞ്ഞിന്. കാരണം നമ്മളവിടെ കുറച്ച് നല്ല സീനിയർ കണ്ടപ്പോൾ അവിടെ ഫോട്ടോ എടുത്ത് നിന്നിട്ടുണ്ടായിനി. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേറെ കസാല, രക്ഷിതാക്കൾക്ക് വേറെ കസാലയൊക്കെ അവിടെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിന്. അപ്പോൾ കുട്ടികളെ കസാലേൻ്റെ മുകളിൽ പേരൊക്കെ എഴുതി ഒരു സ്ലിപ്പൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തി മെനയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓള കസാല കണ്ടുപിടിച്ചാൻ പോയി. ഓള കസാല തിരഞ്ഞിട്ടും കാണണ്ടേ. അതിൽ അവസാനം ഞങ്ങൾക്ക് ആ കസാല കണ്ടെത്തി കഴിച്ച് ഞങ്ങൾ. ഓള് കസാല അവിടെ, ഞങ്ങളെ കസാല അവിടേനും. ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ ആദ്യം പോയി സീറ്റ് പിടിച്ചവർക്ക് കസാല കിട്ടും. രക്ഷിതാക്കളുടെ കാര്യം മാത്രം അങ്ങനെയാണ് ഗൈസ്. അപ്പം നമ്മൾ ആദ്യം പോയി അവിടെ സീറ്റ് പിടിച്ചുകൊണ്ട് നമുക്ക് നല്ല കാണണമല്ലോ, നമുക്ക് എവിടെ നോക്കിയാലും കാണണം. ആ ഒരു വിചാരത്തിൽ നമ്മൾ പോയിരുന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുള്ളൂ. പിന്നെ രാത്രിയാകുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും എന്നാണ് അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞത്. കാരണം ഞാൻ ചോദിച്ചത് ലൈറ്റ് എന്തിനാണ് അവിടെ വെച്ച് ചോദിച്ചപ്പോൾ രാത്രി കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവാനാണെന്നാണ് പറഞ്ഞത് എന്നോട്. പിന്നെ കഴിഞ്ഞാൽ കുട്ടികൾ ഫുഡൊക്കെ കഴിച്ച് വന്നേരെ ഒരു ചെറിയ സ്വീകരണം ഉണ്ടായിരുന്നു രക്ഷിതാക്കളുടെ വക. ഓലിങ്ങനെ നിൽക്കുക, കൈ ഇങ്ങനെ കൊട്ടുക, അപ്പോൾ കുട്ടികളിങ്ങനെ നടന്ന് വരും. അത് ഓൽക്കൊരു രസം. പിന്നെ ഓൽക്കെന്തോ മുട്ടായിയോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുട്ടായിയൊക്കെ കൊണ്ടുവരണ കണ്ടിട്ടുണ്ട് ഞാൻ. കണ്ടോ, എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണ്ടേ. ഓൽക്ക് മുട്ടായിയൊക്കെ കൊടുത്തിന് ഗൈസ്. പിന്നെ നമ്മളിതൊന്നും വാങ്ങാത്തത് കൊണ്ടല്ല, നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയതിന്, പക്ഷേ ഇങ്ങനെയാണെന്ന് വെച്ചാൽ അത് കിട്ടിയില്ല. നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുള്ള പരീക്ഷകൾ കഷ്ടപ്പെട്ട് എഴുതി പഠിച്ച് എഴുതുക. ഓക്കെ. ഇപ്പോൾ LSSO USS ഒക്കെ എഴുതാൻ നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നല്ല വിജയ സ്കൂളിന് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല നല്ല സ്വീകരണങ്ങളും നല്ല നല്ല സംഭവങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഈ സ്കൂളിൻ്റെ ചരിത്ര വിജയമാണ്. കാരണം ഇത്രയും മാർക്കും സംഭവങ്ങളൊക്കെ കിട്ടിയില്ലോ. സോ കേരളത്തിലൊക്കെ 2ാം സ്ഥാനം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എഫേർട്ട് ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവും, അതിലേറെ എഫേർട്ട് കുട്ടികൾ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ലുലുവിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ക്ലാസ്സുകൾ ലീവാക്കിയിട്ടില്ല USSൻ്റെ.
അതുകൊണ്ട് ഒന്നാമതോളം അങ്ങനെ ക്ലാസ് ലീവാക്കാത്തതുകൊണ്ടും പിന്നെ അതേമാതിരി ഓൾ നല്ലോണം പഠിച്ചാണ്ട് എക്സാമിൻ്റെ തലേന്ന് പനിച്ച് ആശുപത്രി പോയി ഗ്ലൂക്കോസ് കയറ്റി കുത്തിരിക്കുകയാണ് ഓള്. പരീക്ഷൻ്റെ അന്ന് പോകാൻ കഴിയൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഷ്ടപ്പെട്ടാണ് പോയതാണ്. കാരണം ഒരു ക്ലാസ് ലീവാക്കാതെ പോയതല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ അവിടെ പോയി. എക്സാം എഴുതി വന്ന് ഞങ്ങൾ OMR ഷീറ്റിന് അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് മാർക്ക് കുറവ്, വിചാരിച്ച മാർക്കില്ല, പാസ്സാവാനുള്ള മാർക്കില്ലേനി. പക്ഷേ അതിലെന്തോ ക്വസ്റ്റ്യൻ കറൻഷൻ വന്നാണ്ട് അങ്ങനെയൊക്കെ കിട്ടിയതാണിത്. അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണിത്. പിന്നെ വരി നമ്മൾ ആദ്യം പോയി ഇരിക്കാത്തതുകൊണ്ട് എൻ്റെ ഒപ്പം നിൽക്കണ മൈരങ്ങ നിൽക്കേണ്ടി വരും. എൻ്റെ ഒപ്പം വിചാരിച്ചിട്ടുണ്ടാവും ഈ മക്കളെത്തൊന്നും നീച്ചരാത്തത്. അതുകൊണ്ട് ഞാൻ നീച്ചു കൊടുത്തു. അപ്പം എൻ്റെ ഒപ്പം പറഞ്ഞു ഞാൻ ഇരിക്കണില്ല, നിങ്ങൾ ഇരുന്നോളി, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ചോറ് തിന്നാൻ പോയി. അതിൽ പിന്നെ കുറച്ച് കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് പാട്ട് ഒക്കെ ഉണ്ടായിനി. കഴിഞ്ഞൊരു വൈകുന്നേരം മഗ്‌രിബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ HM വന്ന് പ്രസംഗിച്ച്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു മുട്ടായിയൊക്കെ കിട്ടി, അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അവസാനമല്ല ഞങ്ങളതും കഴിഞ്ഞാൽ കുറേ ഇത്രയും കുട്ടികളുള്ളതുകൊണ്ട് ഇവൾക്കൊക്കെ കൊടുത്ത് തീർക്കണ്ടേ, വില പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അവസാനം ആ സമ്മാനം ഞങ്ങളെ കയ്യിൽ കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ സമ്മാനം വാങ്ങി പെരേക്ക് പോരാൻ നിന്നപ്പോഴാണ് പറഞ്ഞത് പേരൻസിൻ്റെ കൂടെ നിന്നിട്ട് കുട്ടികളെ ഫോട്ടോ എടുക്കാണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് പോവാം.